ഹലോ ഗൈസ്, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് കണ്ടോ, ഇത് 2 പെൻസിലാണ് കേട്ടോ. പുതിയ പെൻസിലാണ്, ഇത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇന്നലെ ഋഷിക്കുട്ടൻ സ്കൂളിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്ന പെൻസിലാണ്. അത് അവൻ്റെ ബോക്സിൽ ഞാൻ കണ്ടതാണ്. അപ്പോൾ ഞാനിത് എവിടെ നിന്നാണ് ഈ പെൻസിലെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അവൻ എന്നോട് പറഞ്ഞത് സ്കൂളിൽ ഏതോ കുട്ടീൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അവരൊരു പെൻസിലും ഒരു ചോക്ലേറ്റും ഒരു ഇറേസറും അങ്ങനെ എന്തോ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ചോക്ലേറ്റിൻ്റെ പുറമെ മാത്രമല്ല അവരുടെ സ്കൂളിൽ വന്നിട്ട് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ വർഷം ഇവന് സ്കൂളിൽ നിന്ന് ഇതുപോലെ 4-5 പെൻസിലെങ്ങാണ്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും കൊടുത്തിട്ടില്ല, പക്ഷേ കുറേ പാരൻസൊക്കെ ഇപ്പോൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ വരുമ്പം ചോക്ലേറ്റ്സ് വാങ്ങി വിടാറാണ് പതിവ്. പക്ഷേ ഇപ്പം ആ ചോക്ലേറ്റ്സിൻ്റെ കൂടെ പെൻസില്, എറേസർ, ക്രയോൺസ്, സ്കെച്ച് പെൻസ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും കൂടെ കൊടുക്കുന്നുണ്ട്. എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂള് അത്രയും അപ്ഗ്രേഡഡ് സ്കൂളാണ്. അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളും അതുപോലെ സാമ്പത്തിക ശേഷിയുള്ള കുട്ടികളാണെങ്കിൽ ഓക്കെ, എല്ലാവർക്കും അതുപോലെ കൊടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ എൻ്റെ മോൻ പഠിക്കുന്നത് ഒരു സാധാരണ സ്കൂളിലാണ്. അവിടെ അവൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളും വളരെ സാധാരണമായിട്ടുള്ള കുട്ടികളാണ്. അപ്പം നിങ്ങൾ പാരൻസ് എന്നോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതായിരിക്കാം, പക്ഷേ കുട്ടികൾക്ക് അറിയത്തില്ല. അപ്പം നാളെ ഇപ്പം എൻ്റെ മോൻ നാളെ ഒരു മിഠായി മാത്രം കൊണ്ടുപോയി കൊടുക്കുമ്പം ഇത് പെൻസിൽ തന്ന കുട്ടി ചോദിക്കും, ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് നിനക്ക് പെൻസിൽ തന്നു, എറേസർ തന്നു, നിൻ്റെ ബർത്ത്ഡേക്ക് മിഠായി മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കും. അത് കുട്ടികളുടെ മനസ്സിൽ ഭയങ്കര ഒരു നെഗറ്റീവ് തോട്ടാണ്. അവർ വീട്ടിൽ വന്ന് പറയും, പ്രശ്നം ഉണ്ടാക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ സ്കൂളിൽ പോയിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്, എല്ലാ കുട്ടികൾക്കും അത് പറ്റത്തില്ല. പക്ഷേ ഇങ്ങനെ ഒരു കുട്ടി ചെയ്യുന്നത് കാണുമ്പോൾ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ വേണമെന്ന് ആഗ്രഹിക്കും. അവരവരുടെ വീട്ടിൽ പോയി പറയും. ഒരു നേരത്തെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ആ വർഷത്തെ ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന പല ആൾക്കാരും ഉണ്ട്. ഇപ്പം തന്നെ ഞാൻ ഈ വർഷം LKG നിന്ന് UKG അത്രയും കുട്ടികളുണ്ടോ എന്ന് ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പം അവിടുത്തെ ടീച്ചർ എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, LKG എല്ലാ കുട്ടികളും UKG ഇല്ല. കുറച്ച് കുട്ടികൾ 3-4 കുട്ടികൾ കുറവുണ്ട്. കാരണം അവർക്ക് UKG അതേപോലെ ഫീസ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. ഫീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ്റെ സ്കൂളിൻ്റെ ഫീസ് വർഷം 10,000 രൂപ ആണ്. മൊത്തം എല്ലാം കൂടെയാണ് കേട്ടോ. സ്കൂൾ ഫീസ്, പുസ്തകത്തിൻ്റെ ഫീസ്, ബുക്കിൻ്റെ ഫീസ്, പിന്നെ യൂണിഫോമൊക്കെ കഴിഞ്ഞ പോലത്തെ സെയിം യൂണിഫോം തന്നെയാണ്. അപ്പം അതേപോലെ ഒരു ഫീസ് കൊടുക്കാൻ വേണ്ടി തൻ്റെ കുട്ടികൾക്കും നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അവരത് LKG ചേർത്തു. പക്ഷേ അന്നത്തെ ഫീസും കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്യാൻ ആ വർഷം ബുദ്ധിമുട്ടിയത് കൊണ്ട് ഈ വർഷം അവർക്ക് അവിടെ UKG കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അവരൊരു ഗവൺമെൻറ് സ്കൂളിലേക്ക് പിള്ളേർ ഷിഫ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചിന്തിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാ പാരൻസിനും ഇതുപോലെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ കുട്ടികളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ സ്കൂളിലൊക്കെ യൂണിഫോം തന്നെ കൊടുക്കുന്നത് എല്ലാ പിള്ളേരും ഒരുപോലെ കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം കളർ ഡ്രസ്സ് ഇടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും എല്ലാ ദിവസവും വേറെ വേറെ കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് സ്കൂളിൽ 5 ദിവസവും യൂണിഫോം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സ്കൂളിൽ 5 ദിവസവും യൂണിഫോം ഇട്ടുകൊണ്ട് കുട്ടികൾ ഉള്ളതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം പിള്ളേർക്ക് എല്ലാവർക്കും എല്ലാ ആഴ്ചയിലും ഓരോരോ കളർ ഡ്രസ്സൊന്നും ഇട്ടുകൊണ്ട് വരാൻ പറ്റത്തില്ല. അപ്പോൾ കുട്ടികൾക്കിടയിൽ അതൊരു ഭയങ്കര വേർതിരിവായിരിക്കും. അപ്പോൾ അങ്ങനെയൊന്നും വരുത്താതിരിക്കുക. നമ്മൾ ഒരു മിഠായി കൊണ്ട്, നമ്മുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ ഒരു മിഠായി കൊണ്ട് കൊടുക്കുന്നതിൽ തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പം നമ്മൾ ഇതിന് പറ്റാത്ത കുട്ടികളെയും അവരുടെ പാരൻസിനെയും പറ്റിയും ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും.